റോഷൻ നീ തിരക്കിലാണോ? ആടാ പറഞ്ഞോ, എന്താ? അവളെയും കൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. വണ്ടി വീണ്ടും ചതിച്ചു തേങ്ങ. അടിപൊളി. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒന്ന് പിന്നെ വിളിച്ചു നോക്കിയേ. ആടാ ഓക്കെ. എബിയെ നീ ടൗണിലുണ്ടാ? വണ്ടി കംപ്ലൈൻ്റ് ആയടാ, ഞാനിവിടെ പെട്ടുക്ക. നല്ല മഴയും പെയ്യുന്നുണ്ട്. ഒരു വണ്ടി കൊണ്ട് തരൂ. മനുഷ്യനെ നാണം കിട്ടാൻ വേണ്ടിട്ട് നിങ്ങളോട് എത്ര കാലമായി പറയുന്നു ഈ പാട്ട വണ്ടി മാറ്റിട്ട് ഒരു കാറ് വാങ്ങാനായിട്ട്? ലച്ചു ഇപ്പൊ ശരിയാവും. ലച്ചല്ലോ കുച്ചു. ആ അശ്വതിയുടെ ലിമയുടെ ഒക്കെ ലൈഫാണ് ലൈഫ്. ലൈഫ് എന്ന് പറഞ്ഞാൽ റിച്ച് ലൈഫ്. അവരുടെ ഒക്കെ ഭർത്താക്കന്മാരുടെ അടുത്ത് കാശുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് മാത്രം ഇത് ഇങ്ങനെ. മോളൂസിനിപ്പോ എന്തിട്ടാ വേണ്ടേ? എനിക്ക് നല്ല വിശക്കുണ്ട്. എന്നാ നമുക്ക് നല്ലൊരു ഊണ് കഴിച്ചാലോ? ഊണൊന്നും പറ്റില്ല, എനിക്ക് ഹെവി ഫുഡ് തന്നെ വേണം. ലച്ചു അത്രക്ക് വേണോ? നടക്ക്. മോള് ഇത്രക്ക് വലിയ കടമൊക്കെ വേണോ? ഇങ്ങനെയുള്ള നല്ല കടകളെ എനിക്ക് പറ്റുള്ളൂ. നിങ്ങൾ പറയുന്ന പോലെ ഒന്നും നടക്കില്ല. ആൾക്കാരൊക്കെ വാങ്ങട്. ആലിബാബി 42 ഡിഷസാ. 42 ഇല്ല, 41. എന്താണ് ഇനി ഇവിടുത്തെ ബില്ല് എങ്ങനെ കൊടുക്കുന്ന ആലോചിച്ചിട്ടാണ്? ഏയ് അതൊന്നുമല്ല. പിന്നെ നീ ഇവിടുത്തെ തിരക്കണ്ട. കണ്ടു. ഇവർക്ക് തൃശ്ശൂർ 3ാമത്തെ 4ാമത്തെ കണ്ട് ഹോട്ടലാണ്. അതിനെന്താ? പിന്നെ അതുകൂടാതെ കൊച്ചിയിൽ പുതിയത് തുടങ്ങണ്ടെന്ന് കേട്ടാ. കണ്ടോ നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞതാ ആ പാട്ട മൊബൈൽ ഷോപ്പും വിറ്റിട്ട് വല്ല ബിസിനസ്സും തുടങ്ങാൻ. അതാവുമ്പോ എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ ഷൈനെങ്കിലും ചെയ്യാലോ. എൻ്റെ മോള് ഈ ബിസിനസ് ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസ വേണം. പിന്നെ അത് മാത്രമല്ല നല്ല ബുദ്ധി വേണം. പിന്നെ മെയിനായിട്ട് നല്ല ലക്ക് വേണം. നമ്മുടെ ലോൺ സെറ്റ് ആവട്ടെ, നമ്മുടെ മൊബൈൽ ഷോപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇറക്കിയിട്ട് സെറ്റാക്കാം. എന്നിട്ട് എനിക്ക് വീടാ കാറാ എന്നാ വെച്ചാൽ വാങ്ങാലോ. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ കൂട്ടുകാരികളൊക്കെ ഹസ്ബൻഡിന് എന്താ ജോലിന്ന് ചോദിക്കുമ്പോഴേ തൊലി ഉരിഞ്ഞു പോവാ. എനിക്ക് അത്ര വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഒരു 2 നില വീട്, ഒരു കാറ്, പിന്നെ ഇത്തിരി സ്വർണം. എൻ്റെ മോളും അതിനൊക്കെ ഇത്തിരി സമയം കൊടുക്കും. അല്ലെങ്കിലൊക്കെ എന്റെ തെറ്റാണ്. അച്ഛനും അമ്മ ഈ ആലോചനയെ കുറിച്ച് പറഞ്ഞപ്പോ നാട്ടിലെ വലിയ തറവാട്ടുകാരാണ്, ചെക്കന് ഗൾഫിലാണ് ജോലി, ആനയാണ് ചേനയാണ് എന്നൊക്കെ കേട്ട് ഈ ബന്ധം തന്നെ മതി എന്ന് പറഞ്ഞ് എന്റെ തെറ്റ്. ഇപ്പൊ ഉള്ളതൊക്കെ വിറ്റ് പറക്കിയിട്ട് നാട്ടിലൊരു ഉണക്ക മൊബൈൽ ഷോപ്പ് ഇട്ട് ഇരിക്കുക. എല്ലാം എന്റെ വിധി. വിദ്യ അങ്ങനെ ഒന്ന് പറയല്ലേ മോളു. അങ്ങനെ പറയൂ. നിങ്ങൾ ഇവിടെ തിന്നോണ്ടിരി, ഞാനേ അവിടെ ഉണ്ടാവും. മോളു പോവല്ലേ, പെണങ്ങല്ലേ മോളു. മോളു മോളു പോയി. ഓർഡർ എത്തിക്കാൻ ഒരു 20 മിനിറ്റ്സ് ആവേ. ഓക്കെ. ഓക്കെ. ഒരു മിനിറ്റ്. ഈ പാഴ്സൽ അർജന്റ്, വേഗം ഒന്ന് കൊണ്ടു കൊടുക്കോ. ഇതില് അഡ്രസ് എവിടെ? കുറച്ചുള്ള അഡ്രസ്സിന് അതിൽ വെച്ചിട്ടുണ്ട്. പറഞ്ഞു. ലൊക്കേഷൻ എവിടെയാന്ന് പറഞ്ഞ? ഓക്കെ. ലക്ഷ്മി. സീരിയസ്ലി ഐ എം സോറി. എനിക്ക് നിന്നോട് എന്താ പറയണ്ടതെന്ന് അറിയണില്ല. എനിക്ക് നിന്നെ നേരിട്ട് വന്ന് കാണണം, സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടുകാരുടെ പ്രഷറൊക്കെ കാരണം എൻ്റെ സിറ്റുവേഷൻ അതായിരുന്നു. അച്ഛനും അമ്മയൊക്കെ നിർബന്ധിച്ചപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. 7 വർഷം പ്രണയിച്ചിട്ടാ. നീ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? ഡെലിവറി? ഓക്കേ. എനിക്ക് ചെറിയൊരു ഗിൽറ്റി ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ആൾക്കാരെന്നെ തേപ്പുകാരി എന്നൊക്കെ വിളിക്കുന്നു വെച്ചിട്ട്. ഇപ്പം എന്തായാലും അത് മാറിക്കിട്ടി. ഞാൻ വിചാരിച്ചത് നീ ഇപ്പോൾ വലിയ നിലയിലെത്തിണ്ടാവും, രക്ഷപ്പെട്ട് വലിയ ആളായി എന്നൊക്കെയാണ്. സ്റ്റിൽ സ്ട്രഗ്ലിംഗ് അല്ലേ? സോ സാഡ്. നിനക്ക് എൻ്റെ ഹസ്ബൻഡിനെ കണ്ടേ? പുള്ളി ഇപ്പം നാട്ടിലുണ്ട്. നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എത്ര രൂപയായി? 420. പിന്നെ ബാലൻസ് വേണ്ട കേട്ടോ. ഇപ്പം പോയില്ല ഒരു പുള്ളി, അയാൾക്ക് ടിപ്പ് കൊടുത്താൽ മതി. എൻ്റെ പഴയൊരു ഫ്രണ്ടായിരുന്നു, പാവം. ഇപ്പം കഴിച്ച ഫുഡിന് തൽക്കാലം പൈസ വേണ്ട. അതെന്തെങ്കിലും ഓഫറാണോ? ഓഫറൊന്നല്ല, ലക്ഷ്മി എന്നല്ലേ തൻ്റെ പേര്? അതെ. എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. ഒറ്റ മിനിറ്റ്. ഈ മന്ത് ലാസ്റ്റ് ഞങ്ങളുടെ കല്യാണമാണ്. വരണം എന്ന് ഞാൻ പറയില്ല, ജസ്റ്റ് അറിയിച്ചു എന്നുള്ളൂ. പിന്നെ ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്, അവൻ്റെ ലൈഫിൽ നിന്ന് പോയേന്. മോളെ ഫോൺ ബില്ല് കൊടുത്താ? കൊടുത്തു.
ഇത് ആരാ ഫ്രണ്ടാ? ആ ഫ്രണ്ടാ. ആ പോയാലോ നമുക്ക്? പോവാം. ആ അപ്പൊ ശരി. ഹാപ്പി മാരീഡ് ലൈഫ്.